ഹലോ അമ്മ, ഞാൻ കണ്ണനാ. നീ ഊട്ടിന്ന് എപ്പ എത്തി? രാവിലെ എത്തിയുള്ളൂ. നിന്നെ കാണാൻ വേണ്ടി അച്ഛൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അയ്യോ, എപ്പോ? എന്തു പറ്റി മോനെ? ഒന്നുമില്ല. അച്ഛൻ എപ്പോഴാ പുറപ്പെട്ടെ? ഒരു 10 മിനിറ്റ് ആയി കാണും. അവർക്ക് ഒരേ നിർബന്ധം, കുറ്റാലം കാണുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോവാ, ഉടനെ പോവാ. അയ്യോ മോനെ, പോവല്ലേ, അച്ഛനെ കണ്ടിട്ട് പോയാ മതി. ശരിയെന്ന്, ഞാൻ അച്ഛനെ സ്വീകരിക്കാൻ പോട്ടെ. ഈശ്വരാ, എല്ലാം തൊലഞ്ഞ്. അച്ഛൻ എവിടെടാ? എന്തിനാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഉപകാരം ചെയ്യണം. കുറച്ചു നേരത്തേക്ക് ഈ വീട് എന്റെ വീടാക്കണം, നിന്റെ അച്ഛനെ എന്റെ അച്ഛനും ആക്കണം. ഇത് രണ്ടും ഇനി തേണ്ടിക്ക് മുടങ്ങുന്ന പ്രശ്നമില്ല. ഇനി ആരെന്ത് തലപോണ കേസ് പറഞ്ഞാലും എന്റെ അച്ഛനെ തൊട്ട് കളിക്കാൻ സമ്മതിക്കില്ല. ആ, എന്റെ അച്ഛനെ വാടകയ്ക്ക് ചോദിച്ചു വന്നിരിക്കാ. അച്ഛനെ, നിന്നെ എവിടെയെല്ലാം തിരക്കിന്നറിയോടാ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്റെ അടുത്ത് ആരുടെ പറഞ്ഞത്? അച്ഛ കൈക്ക് ഒരു ശ്രമം നടത്തി നോക്കിയതാ. എനിക്ക് അത്യാവശ്യമായിട്ട് നീ ഒരു ഉപകാരം ചെയ്യണോടാ. കേട്ടാ ഞെട്ടാത്ത എന്ത് ഉപകാരവും നിനക്ക് ചോദിക്കാം. പ്രഭാര പ്രഭു ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടോ? അയാൾ ഇങ്ങോട്ട് വരുന്നത്? എന്റെ അച്ഛൻ മാട്ടുപ്പെട്ടി മഹാദേവനെന്നാ ഞാൻ അയാളോട് പറഞ്ഞത്. നിനക്ക് പറയാ, ഈ ലോകത്ത് വേറൊരു അച്ഛനെ കിട്ടിയില്ലടാ. അന്ന് അറിയാതെ അങ്ങനെ പറഞ്ഞുപോയി. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പ്രഭു 2-3 മണിക്കൂറുള്ള ഇവിടെ എത്തും. അയാളോട് വരുമ്പോ ഞാനും പാർവതി എന്തായാലും ഇവിടെ ഉണ്ടാവണം. അത് നടക്കില്ല. നടക്കില്ലേ? വേണ്ട. അതോട് നിന്റെ ജീവിതം, എന്റെ ജീവിതം, ഇവന്റെ ജീവിതം 3 തകർന്ന് കൊഞ്ഞാട്ട പരുവത്തിലാവും. പുല്ലെല്ലാം നശിക്കണം. ഇടേ, ഞാൻ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് മതിയാണ് എനിക്ക് അഡ്ജസ്റ്റ്മെന്റ്. അതേ ഞാൻ വെക്കണം. ആരാടാ കാറി പോയത്? നിന്റെ അച്ഛൻ. എന്റെ അച്ഛനോ? എടാ, സാക്ഷാൽ മാട്ടുപ്പെട്ടി മഹാദേവനാണ് പോയത്. അയ്യോ, ആ മോന്ത ശരിക്കൊന്നും കണ്ടില്ലേ? അപ്പൊ ഡിക്കിലോ? രോഗി, സംശയ രോഗി. ഇനി ഈ പരിസരത്തുള്ള എല്ലാ അമ്പലങ്ങളും ചുറ്റി വരുന്നവരെ അവൻ ആ ഡിക്കി തന്നെ കാണും. ഓട്ടോ ലോക്ക. അപ്പൊ എന്റെ ആരും സമയം പോണ്ട. ഇനി ഈ വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യം നടക്കില്ല. വെറുതെ ടെൻഷൻ എന്നെ കിട്ടില്ലേട്ടാ. അങ്ങനെ അറുത്ത് മുറിച്ച് പറയാതാ. നീ ചെല്ലേ, എത്രയും പെട്ടെന്ന് പാർവതിയും കുട്ടി ഇങ്ങോട്ട് വാ. പിന്നെ ഒരു കാര്യം, 3 മണിക്കൂർ കൂടുതൽ ഇവിടെ നിൽക്കരുത്. നീ എന്താ ചെയ്യാൻ പോണേ? ഒരു ജീവൻ മരണ പോരാട്ടം. അപ്പൊ ലക്ഷ്മി? ലക്ഷ്മിയുടെ അച്ഛൻ മരിച്ചു. എപ്പോ? ഇപ്പോ